അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നൊരു വാർത്ത നമ്മൾ പറയുകയാണ്. ഈ ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെയാണ് നമ്മൾ പറയുന്നത്. തിരുവനന്തപുരത്ത് സ്വദേശികളായിട്ടുള്ള ആൽമ എന്ന് പറയുന്ന ഒരു സഹോദരി, വിഷ്ണു എന്ന് പറയുന്ന ഒരു സഹോദരൻ, രണ്ടുപേരും ദാമ്പത്യ ജീവിതം തുടങ്ങി. കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ വളരെ സന്തോഷമുള്ള ജീവിതമാണ് അവർക്ക്. കാരണം നല്ല ജോലിയുണ്ട്. അപ്പം അദ്ദേഹം എന്ന് പറയുന്നത്, വിഷ്ണു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്, അദ്ദേഹം ജോലി ചെയ്യുന്നത് ഈ PSCക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന ജോലിയാണ്. അതുപോലെ തന്നെ ഈ സഹോദരി സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അവളുടേതായിട്ടുള്ള ഒരു രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ പൂച്ചക്കുട്ടികൾ അതുപോലെ അങ്ങനത്തെ ഓരോ അവരുടെ ഫോട്ടോകൾ വീഡിയോസുകളൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഏകദേശം അറിയപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു സഹോദരിയാണ്. ഇങ്ങനെ ജീവിതങ്ങൾ മുന്നോട്ട് പോയി സന്തോഷത്തോടുള്ള ഒരു ജീവിതമായിരുന്നു. അതിനിടയിലാണ് അത്ര ഒരു മൊബൈൽ ഫോൺ ഈ സഹോദരിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ ഫോൺ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് സഹോദരി ഇറങ്ങുന്നതും ഈ സഹോദരിയുടെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുകയാണ്. അത്രേ ഭർത്താവ് അദ്ദേഹം മൊഴി കൊടുക്കുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു മൈൻഡ് പോലും ഈ സഹോദരി കാണിക്കില്ല. അങ്ങനെയായിരുന്നു ഇത്തരം സഹോദരിയുടെ സ്വഭാവം. പിന്നെയോ ഒരു വെള്ളം കൊടുക്കൂല, അതുപോലെ തന്നെ വേണ്ട രൂപത്തിൽ ഭർത്താവിനെ പരിഗണിക്കാതെ വരിക. ഭർത്താവ് പല സമയത്തും ഈ ഭാര്യയെ വിളിച്ചാൽ വിളി പോലും കേൾക്കില്ല, അപ്പോഴും ഫോണിലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയരോഗമാണെന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി ഭർത്താവിനെതിരെ ശബ്ദമിടും. ഇങ്ങനെയൊക്കെ ജീവിതങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് കുഞ്ഞിക്കാലില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് അദ്ദേഹത്തിന് കുട്ടിയില്ലാത്തത് കൊണ്ട്, കുഞ്ഞ് ജനിക്കാത്തത് കൊണ്ട് ആ പെണ്ണിനെ കൊന്നു കളഞ്ഞതാണെന്നൊക്കെ. അപ്പോൾ സന്തോഷത്തോടെ ജീവിതം ഈ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ആത്മ എന്ന് പറയുന്ന ഈ സഹോദരിയെ പിറകിൽ നിന്ന് കുത്തിയിട്ട് ഈ സഹോദരൻ തൻ്റെ ഭർത്താവ് കൊന്നു തള്ളുന്നത്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, അല്ലേ? നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. ഒരു ഭാര്യ ഭർത്താവ് കൊല്ലുന്നത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, സ്വന്തം ഭാര്യ സംശയത്തിൻ്റെ പേരിലാണത്രേ ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ച് കളഞ്ഞത്. അത് നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ നടക്കുന്ന സംഭവം എന്താ വെച്ചാൽ, ഈ സഹോദരിയുടെ അടുത്ത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു മൃഗമുണ്ട്. ആ മൃഗം കൊണ്ട് ഉണർന്ന് ചാടുകയാണ്. ഒരിക്കലും അത് കൊലപാതകം ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും, മൊബൈൽ ഫോണിൽ വല്ലാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും ഫുൾ ടൈം മൊബൈൽ, വീട്ടിലേക്ക് ജോലിയും കഴിഞ്ഞിട്ട് വന്ന മൊബൈൽ, ഭാര്യ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിതം കഴിഞ്ഞു പോകുന്ന ചില കുടുംബങ്ങളുണ്ട്. അവസാനം ഈ സഹോദരിയെ കൊന്നതിൻ്റെ ശേഷമാണ് അവിടുന്ന് തൻ്റെ ഒരു സുഹൃത്തായ അഡ്വക്കറ്റിൻ്റെ അടുത്ത്, ബന്ധുവായ അഡ്വക്കറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഈ സഹോദരൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും കൊല്ലാൻ ഇന്ന് മനുഷ്യന് മടിയില്ല. ആലോചിച്ചോക്കാണ് നിങ്ങൾ, കൊന്നങ്ങോട്ട് തള്ളിയിട്ട് പറയണം ഞാൻ കൊന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല, അമ്മനെ കൊന്നിട്ട് പറയാണ് ഞാൻ കൊന്നു. ഇപ്പോൾ ഇത് ഭാര്യനെ കൊന്നിട്ട് പറയാൻ ഞാൻ കൊന്നു. ഈ കൊല്ലലും നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയില്ല, പൂച്ചക്കുട്ടിനെ കൊല്ലുക, അല്ലെങ്കിൽ ഒരു നായക്കുട്ടിനെ കൊല്ലുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊതുകിനെ അടിച്ചു കൊല്ലുക. ഇന്ന് മാറിയാണ് ഇന്ന് മനുഷ്യനെ കൊല്ലാനുള്ള അവസ്ഥ. അങ്ങനെ മനുഷ്യൻ്റെ മെൻറ്റാലിറ്റി ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന അവസ്ഥയും ഇതുണ്ട്. ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ലാത്ത ജീവിതം, അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഓളങ്ങനെ പോകും, നിസ്സാര കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പല വീട്ടിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ അടുത്ത് വിഷമം പറയാണ്, മൂത്തച്ചി ഇളയച്ചി രണ്ടുപേരും, ഇത് ജ്യേഷ്ഠൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയോട് പ്രശ്നമാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കച്ചറയാണ്, എപ്പോഴും പ്രശ്നം. ഒരു വീട്ടിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ അവൾക്ക് വേറെ വാടക വീട്ടിലേക്ക് പോകണം, ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നാണ് അവൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും, ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മനസ്സിലാക്കി ജീവിക്കേണ്ട ഒരുപാട് കുടുംബങ്ങളുടെ അങ്ങനെ മുത്തച്ഛനെ കൊണ്ടും ഇളയച്ചിനെ കൊണ്ടും നാത്തൂനെ കൊണ്ടും അമ്മായിമാനെ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ട്, അല്ലേ? അള്ളാഹു താല എല്ലാവർക്കും നല്ല ബോധം നൽകട്ടെ. അപ്പോൾ സത്യം പറഞ്ഞത്, നമുക്ക് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, നമ്മളെ കുടുംബം, നമ്മുടെ ഭാര്യയും ഭർത്താവും ഒക്കെ കഴിഞ്ഞിട്ട് മതി അതൊക്കെ. അതിൻ്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാൻ കഴിയണം. അല്ലെങ്കിലാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ജോലി കഴിഞ്ഞ് വരുന്ന സ്വന്തം ഭർത്താവിനെ പോലും മൈൻഡ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. ഇനി ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, ഇപ്പം ഈ ആൽമ എന്ന് പറയുന്ന ഈ സഹോദരി ഇവിടെ ചെയ്ത തെറ്റ് ഇതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഭർത്താവ് പറയുന്നുണ്ട്. ഇത് പറഞ്ഞാലും ഒരാളുടെ ജീവെടുക്കാനുള്ള അവകാശമൊന്നും പടച്ചവൻ ആർക്കും കൊടുത്തിട്ടില്ല.
മനസ്സിലാക്കണം, ആർക്കും കൊടുത്തിട്ടില്ല ജീവെടുക്കാനുള്ള അവകാശമൊന്നും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു മനുഷ്യൻ്റെ ജീവെടുക്കാനുള്ള അവകാശമുള്ളൂ. പറ്റില്ലെന്നിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട്, ആ പെണ്ണിൻ്റെ വീട്ടുകാർ ആങ്ങളാരുണ്ടാകും അല്ലെങ്കിൽ അച്ഛൻ അമ്മയൊക്കെ പറയാണ്, അമ്മയോട് പറയാണ് ഇങ്ങനെയൊക്കെ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ പറയുന്നത് കൊണ്ട് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെ, അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പല വഴികളുണ്ടെന്ന് കൗൺസിലിംഗ് പരമായിട്ടും മറ്റുമൊക്കെ പല ട്രീറ്റ്മെൻറ്റും സ്നേഹത്തോടെ നിർത്തിയിട്ട് സ്നേഹത്തോടെ നമ്മളൊന്ന് സംസാരിച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് എടി എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ട് കേട്ടോ, ഇത് ശ്രദ്ധിക്കാൻ, നമുക്ക് അതിനൊരു പരിഹാരം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ പരിചയത്തിലുള്ളൊരു എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോൾ അവൻ്റെ അമ്മ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദ് ഞാൻ ആരും പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പോൾ ഞാൻ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ എന്താണ്, ഭയങ്കര മോശമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവൻ്റെ അടുത്തുണ്ട്. ലഹരികളും കാര്യങ്ങളും. പക്ഷേ സ്വഭാവത്തിൽ വീട്ടുകാരോടും അതുപോലെ തന്നെ വാപ്പാടും പാടിലൊക്കെ ഒരുപാട് ഒരിക്കലും വാപ്പയോടും ഉമ്മയോടും നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ളൊരു മൈൻഡ് സംസാരം പ്രവർത്തനമാണ്. അപ്പോൾ ഞാനവനോട് സംസാരിച്ചു, മോനെ അങ്ങനെ ഒന്നാവാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ എനിക്ക് തോന്നുന്നുണ്ടോ, എൻ്റെ മൈൻഡിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്, അപ്പം നമുക്കൊരു കൗൺസിലിംഗ് നടത്താം. അപ്പോൾ അവസാനം പറഞ്ഞു, ആയിക്കോട്ടെ എനിക്ക് തോന്നുന്നുണ്ടത്, എനിക്ക് എൻ്റെ സഹോദരിയോട് എനിക്കൊരു സ്നേഹം കിട്ടണില്ല, വാപ്പാടും ഉമ്മാടും സ്നേഹം കിട്ടണില്ല, ഫ്രണ്ട്സ് എന്നുള്ളൊരു മൈൻഡ് മാത്രം വരികയാണ്, ഞാൻ എന്തെങ്ങനെ അയക്കണേ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അതാ പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് വഴികൾ നമുക്ക് ഇതിനൊക്കെ ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് ഇടിച്ച് കയറിയിട്ട് കൊല്ലലോ അങ്ങോട്ട് കത്തിയെടുത്ത് കുത്തി തീർക്കലോ അല്ല ഇതിനൊന്നും പരിഹാരം. ഏതൊരു കാര്യത്തിനും സത്യം പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ പരിഹാരങ്ങളുണ്ട്. എന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ കൊന്നങ്ങോട്ട് തള്ളിയിട്ട് ഞാൻ കൊന്നു എന്ന് പറയൽ ഇത്ര വലിയ അന്തസ്സാണോ? അന്നാലോചിച്ചു, അന്തസ്സാണോ? അവിടെ സത്യം അങ്ങനെയാണെങ്കിൽ ആ സഹോദരി ചെയ്യുന്നത് തെറ്റുണ്ട് അതിൽ, അല്ലേ? ഭർത്താവിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഭർത്താവ് ഭാര്യയോടൊപ്പം നിൽക്കുന്നത്, ഭാര്യ ഭർത്താവിനോടൊപ്പം നിൽക്കുന്നത്. അപ്പം എന്താണ് അതിനിടയിലെ കാരണം എന്ന് രണ്ടുപേരും ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു തീരുമാനം കണ്ട് പരസ്പരം റാഹത്തോടെ മുന്നോട്ട് പോകുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന ആളുകളൊക്കെ ചിലപ്പോൾ നമ്മൾ കുത്തിക്കൊല്ലേണ്ടി വരില്ലേ, ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ. അള്ളാഹു താല നമുക്കൊക്കെ അള്ളാഹു ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ, ബോധം അള്ളാഹു താല നൽകട്ടെ. അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യമാരുടെ ജീവിതത്തിൽ, നമ്മുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ സൂചന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറെ കത്തിയെടുത്ത് കുത്തലോ അല്ലെങ്കിൽ അതിനെ ആക്രമിക്കലോ അങ്ങനെയല്ല പരിഹാരം. നമുക്കതിന് സൗമ്യമായ രൂപത്തിൽ എന്ത് പരിഹാരം കാണാൻ കഴിയും ആ പരിഹാരം കാണലും അതിലുള്ള മാർഗം തേടലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോണിനൊക്കെ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അത് മാറ്റലും അതിന് നല്ല രൂപത്തിൽ ഉപദേശിക്കലും അതിനൊരു നമുക്കൊരു ഗുണപാഠം നമുക്കുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു കാര്യമാകട്ടെ ആ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠമുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.